ഗുഡ് മോർണിംഗ്. ഞാൻ പ്രാർത്ഥന വന്നപ്പോൾ എനിക്കൊരു പ്രാർത്ഥനയെക്കുറിച്ച് ഞങ്ങൾ ഒരു ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യം പറയാൻ ഓർത്തു. ചിലരോട് പറഞ്ഞ് എത്ര പ്രാർത്ഥിച്ചിട്ടും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, കാര്യങ്ങൾക്ക് തടസ്സം വരുന്നെന്ന് പറയാം. അതെങ്ങനെയാണെന്നറിയാം, നമ്മളിപ്പോൾ എഴുതി പ്രാർത്ഥിക്കുന്നത് അല്ലാതെ നമ്മൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നിരന്തരം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട സമയത്ത് നമുക്ക് ചില പ്രാർത്ഥന വരുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു ആത്മവിശ്വാസവും രക്ഷപ്പെടും. യഥാർത്ഥമായിട്ട് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർക്ക്, ഇപ്പോൾ നാരായണ ജപിക്കുന്നവരാണേലും അല്ലാത്ത പ്രാർത്ഥന ചെയ്യുന്നവരാണേലും നിരന്തരമായി പ്രാർത്ഥന ചെയ്തുകൊണ്ട് ഒരു സമയത്ത് നമ്മൾ കൺസിസ്റ്റൻസിയോടുകൂടി വളരെ ഉത്തരവാദിത്തത്തോടെ ആ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ചുറ്റും ഒരു ഓറ ഉണ്ടാവും. അത് ഉറപ്പായ കാര്യമാണ്. എന്നിട്ട് നമുക്ക് ജീവിതത്തിൽ ചെറിയ മാറ്റമൊക്കെ വന്ന് നമ്മൾ ചിലപ്പോൾ ഒന്ന് ബിസി ആയിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങളാലൊക്കെ നമ്മൾ നല്ല തിരക്കിപ്പെടുക, നമുക്കൊന്ന് ഓർമ്മ മാറിപ്പോയി, നമ്മൾ പ്രാർത്ഥിക്കാൻ നാളെ പ്രാർത്ഥിക്കാൻ നൽകി പിന്നെ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ നമ്മൾ ആ അന്ന് വരെ പ്രാർത്ഥിച്ചോട് വന്ന പ്രാർത്ഥനയ്ക്ക് ഒരു ചലനം, ഒരു മാറ്റം സംഭവിച്ചാൽ ആ ഊർജ്ജം നഷ്ടപ്പെട്ടു പോകും. ഉറപ്പായ കാര്യം. അപ്പോൾ ആ ഊർജ്ജത്തെ നഷ്ടപ്പെടുത്തരുത്. ആ കൃത്യമായ സമയത്ത് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അതിനൊരു തീവ്രതയും നിങ്ങൾ കുറയ്ക്കരുത്. എങ്കിൽ മാത്രമേ ആ കാര്യത്തിന് മുന്നോട്ട് പോക്കുണ്ടാകത്തുള്ളൂ. നിങ്ങൾക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ കൺസിസ്റ്റൻസി കുറേ നാളങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലൊരു മാറ്റം വരാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ പ്രാർത്ഥനയിൽ അയവ് വിചാരിക്കരുത്. അങ്ങനെ തന്നെ അങ്ങ് പോകണം. എങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിലയിലേക്ക് ജീവിതം നിങ്ങൾക്ക് തലവരെ മാറ്റി കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. ഇടയ്ക്ക് നിർത്തുകയും അലസത വിചാരിക്കുകയും നമുക്ക് പല പ്രശ്നങ്ങൾ അതിൻ്റെ മുന്നിലേക്ക് വരുന്നത് തടസ്സപ്പെടാനുള്ള അതിൽ വീണു പോവുകയും ചെയ്യരുത്. അങ്ങനെ നിങ്ങൾ ഉറച്ച് നിൽക്കണം കേട്ടോ. ഏത് കാര്യത്തിനാണെങ്കിലും ഇങ്ങനെ ഒരു ഉറപ്പ്, നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. മിക്കവരും എൻ്റെ ചേച്ചി ഞാൻ കുറേ പ്രാർത്ഥിക്കുന്നുണ്ട് ചേച്ചി, ചിലപ്പോഴൊക്കെ മുടങ്ങിപ്പോവും ചേച്ചി. മുടക്കരുത്. ഞാനൊക്കെ എങ്ങനെ അറിയാം, ഇപ്പോൾ ഞാൻ എന്നും സഹസ്രനാമം ചെല്ലുന്ന ഒരാളാണ്. അപ്പം ഞാൻ ഈ സഹസ്രനാമം ചെല്ലൽ എൻ്റെ ബാഗിൽ എപ്പോഴും ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഇരുന്ന് ഇതിൻ്റെ അവിടെ ഇട്ടിട്ടുണ്ട്. ഞാൻ ഈ ബുക്ക് ഇവിടെ എഴുതുന്ന എനിക്കൊരു മേശപ്പുറം പ്രത്യേകമുണ്ട്, മേശയൊക്കെ ആയിട്ട് അവിടെ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. കാരണം എന്താ പറയുക, സഹസ്രനാമം ഒരിക്കലും മറക്കാതിരിക്കാനും. ഇപ്പോൾ ഇപ്പം നമ്മൾ എനിക്കൊരു കറക്റ്റായിട്ടൊന്ന് ലയിച്ച് ചെല്ലാൻ പറ്റിയില്ലെങ്കിൽ ഞാനത് യാത്രയിലാണെങ്കിൽ യാത്രയിലിരുന്ന് ചെല്ലാറുണ്ട്. അപ്പം ഒരു ഉത്തരവാദിത്വമാണത്, നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ്. അത് നമ്മളെ സ്നേഹിക്കണം. നമ്മുടെ ഉത്തരവാദിത്വമാണ്. അത് വേറൊരാൾ നിർബന്ധിച്ചിട്ടോ ഒരാൾ പറഞ്ഞിട്ടോ ചെയ്യേണ്ടതില്ല. ഞാൻ നിങ്ങളുടെ ബോധത്തിലേക്ക് നിങ്ങൾ എന്നെ ബോധത്തോടെ ശ്രദ്ധിക്കണം. ഇത് കേൾക്കുന്ന ഈ ചെവി കൊണ്ട് വിട്ടാൽ ഇവർക്ക് വേറെ പണിയില്ല അങ്ങനെ അതെന്താണ് നമ്മുടെ ഉള്ളിലൊരു ഈശ്വര ചൈതന്യമുണ്ട്. അതിന് എനർജി കുറഞ്ഞു പോകരുത്. നമ്മളാണ് അതിൻ്റെ കൂട്ടി കൊടുക്കേണ്ടത്. കൃത്യമായൊരു ഈശ്വരവിശ്വാസമുള്ളവർക്ക് എനിക്കൊരു സംഭവം സത്യം പറയട്ടെ, കാര്യങ്ങൾക്കൊന്നും ഒരു മുടക്ക് വരാതെ നടന്നുകൊണ്ടിരിക്കും. നമ്മളിലേക്ക് സാമ്പത്തികം വന്നു ചേരും, നമ്മളിലേക്ക് എല്ലാ കാര്യങ്ങളും മതിയും. നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് തന്നെ അറിയാൻ പറ്റും എന്തോ ഒരു ഐശ്വര്യം ഉണ്ട് ജീവിതത്തിൽ, എന്തോ ഒരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ, നമുക്കൊരു പ്രതീക്ഷ വേണമല്ലോ ജീവിതത്തിൽ. ഒരു പ്രതീക്ഷ ഉണ്ടാകും. ആ പ്രതീക്ഷ വരും. പ്രാർത്ഥിച്ച് വരുമ്പോൾ അത് വരും കേട്ടോ. അങ്ങനെ വിടരുത്. അതിൻ്റെ കൃത്യനിഷ്ഠ എന്നൊരു സാധനം ഇതിന് വേണം. അത് പുറകെ ഇങ്ങനെ ഫോളോ ചെയ്ത് നടക്കണം നമ്മൾ. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. ചിലരുടെ കാര്യങ്ങൾ വിചാരിക്കാവുന്ന പോലെ നടക്കാതെ വരുമ്പോൾ അവർക്ക് നിരാശ വന്ന് മൂടിപ്പോവും. നിരാശ വരുത്തരുത്. ഇല്ല, മനസ്സിനെ ആ നിരാശ വരാൻ അനുവദിക്കരുത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആയിക്കോട്ടെ ഇടും, കഴിയൽ അടച്ചു വെക്കുക, മാറ്റി വെക്കുക എന്നൊക്കെ നമുക്ക് വരും. അപ്പോൾ എന്ത് ചെയ്യണം, വേണമെങ്കിൽ അടുക്കളയിൽ പോയി ഒരു മധുരം എന്തെങ്കിലും വായിലെടുത്തിടുക, അതല്ലെങ്കിൽ ചെറുതായിട്ട് അല്ലെങ്കിൽ ഇതൊരു പുളി എടുത്ത് വരുന്നത് നമ്മുടെ മൈൻഡിലെ മാറ്റം വരുത്താനാണ്. ഉറക്കം മാറാനുള്ള പരിപാടിയാണ്. അലസത വെടിയാൻ. ചിലപ്പോൾ ഉറക്കം വരും, ചിലപ്പോൾ പഞ്ചസാരയൊക്കെ രക്തത്തിൽ കുറഞ്ഞ പോലെ ഉറക്കം വരും കേട്ടോ. അപ്പോൾ ഒരു ശകലമായിട്ടിട് വായിലിട്ടൊന്ന് ചവച്ചുകൊണ്ടിരിക്കുക. ഒരു തേങ്ങ കഷ്ണം ഒന്ന് പുളി വായിലിടുക. എന്തിനാണെന്ന് അറിയാം, നമ്മൾ ഇതിലേക്ക് വരാനാണ്. നമ്മുടെ മടിയും അലസത രണ്ട് മനസ്സ് നമുക്കുണ്ട്. ഒരു മനസ്സ് നമ്മളെപ്പോഴും നിരുത്സാഹപ്പെടുത്തും. അത് കേൾക്കരുത്. ആ നിരുത്സാഹപ്പെടുത്തുന്ന മനസ്സിനെടുത്ത് കളയണം. ഒരു കാര്യവും നമുക്ക് സക്സസ് ആക്കാൻ പറ്റത്തില്ല. നിരുത്സാഹപ്പെടുത്തുന്ന മടിയനായൊരു മനസ്സ് എല്ലാവർക്കും ഉണ്ട്. ഇന്ന് വേണ്ട, നാളെ ഇച്ചിരി കഴിയട്ടെ, പിന്നെ ഇന്ന് ഇത്ര മതി എന്ന് പറയുന്നൊരു മനസ്സുണ്ട്. ആ മനസ്സ് തെമ്മാടിയാണ്. അതിനെ അനുകരിക്കില്ല കേട്ടോ. എന്നിട്ട് ചെയ്യൂ എന്ന് പറഞ്ഞൊരു സ്ലോയിലൊരു മനസ്സുണ്ടോ, ചെയ്യുന്നതാണ് ശരി, മാറ്റി വെക്കണം
എന്നൊരു മനസ്സല്ല, അവനാണ് നല്ലത്, അവനെ പിടിക്കണം, അവൻ്റെ പുറകെ ഫോളോ ചെയ്യാവുള്ളൂ. ഒരു തെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ തെമ്മാടി മനസ്സ് നമ്മളോട് പറയും ചെയ്തു കുഴപ്പമൊന്നുമില്ല, എത്ര പേര് എന്തൊക്കെ ചെയ്യുന്നു. പക്ഷെ മറ്റേ ഉള്ളിലിരിക്കുന്ന നല്ലവൻ നമ്മളോട് പറയും നീ ഒരിക്കലും ചെയ്യരുത്, അത് ശരിയല്ല, ഇവരൊക്കെ ചെയ്താൽ നീ എന്തിനാ അങ്ങനെ തെറ്റ് ചെയ്യുന്നത് എന്ന് നമ്മുടെ ഉള്ളിലിരിക്കുന്നവൻ പറഞ്ഞു തരും. അവനാണ് ഈശ്വരൻ, അവൻ പറഞ്ഞ കേൾക്കാവുള്ളൂ. 2 പേരുണ്ട്, ഒരു നല്ലൊരു തെമ്മാടിയുണ്ട്, അവൻ പറയുന്ന ഒരിക്കലും കേൾക്കരുത്. തെമ്മാടി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന അഹങ്കാരി, നമുക്ക് മോശം നിർദ്ദേശം തരുന്നവൻ എന്നാണ് ഞാൻ പറഞ്ഞത്. ചീത്ത വാക്കല്ല കേട്ടോ, അതൊരു നല്ല വാക്കാണ്, സ്നേഹത്തോടെ പറയുന്നതാണത്. അപ്പോൾ അത് പറയുന്നത് നമ്മൾ കേൾക്കല്ലോ. ഇപ്പോൾ ഉള്ളിലിരിക്കുന്ന ഞാൻ തന്നെ ഭഗവത്ഗീത എടുത്തുകൊണ്ട് അല്ലെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിനോട് ഒരു ഉത്തമെന്ന് പറയും, വേണ്ട പിന്നെ പ്രാർത്ഥിക്കും, ഇതിന് മാത്രമൊക്കെ പ്രാർത്ഥിച്ചിട്ട് വേറെ പണിയൊന്നുമില്ലേ, നിനക്കിപ്പോൾ ജീവിക്കാനുള്ളതെല്ലാം ഉണ്ടല്ലോ, നിനക്ക് വേറെ പണിയൊന്നുമില്ല, നീ ഇനി എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് എന്നൊരു മനസ്സ് പറയും. അപ്പോൾ ഒരു മനസ്സ് എന്നോട് പറയും, ഇത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നീ ഇന്ന് നിലനിൽക്കുന്നത്, നിനക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത്, നീ ഇന്ന് നന്നായിട്ട് വർത്തമാനം പറയാനും നെളിഞ്ഞിരിക്കാനൊക്കെ നിനക്ക് പറ്റുന്നത് നീ ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്നതിന്, നീ പ്രാർത്ഥിക്കുന്നതാണ് നിനക്ക് നല്ലതേ എന്ന് ഒരു മനസ്സ് പറയും. ഞാൻ അത് പറയുന്നേ എടുക്കത്തുള്ളൂ, ഈ അഹങ്കാരി പറഞ്ഞ് ഞാൻ എടുക്കത്തില്ല. അങ്ങനെ നമ്മൾ നമ്മളിലേക്കൊന്ന് നോക്കണേ, നമ്മളെ സ്നേഹിക്കണം, സന്തോഷിക്കണം. രാവിലെ തന്നെ വെള്ളമൊക്കെ കുടിച്ച് അമിതമായി ഭക്ഷണം കഴിച്ച് നിറയ്ക്കാതെ ശ്രദ്ധിക്കുക. നമ്മുടെ വയറ് ഇത്ര ഉണ്ടെങ്കിൽ ഈ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നിറച്ച് രാജാവിനെ പോലെ കഴിക്കണം. പക്ഷേ വെറുതെ രാജാവിനെ പോലെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുംഭകർണനെ പോലെ ആയിപ്പോവും, അന്നത്തെ ദിവസം കുംഭകർണനായിപ്പോവും. അത് എന്ത് കിടന്നുറങ്ങും നമ്മൾ, അല്ലെ എവിടെയോ ഒരു ആലസരണി ഇത്ര ഒക്കെ പറയാനുള്ള പോലെ ഇത്ര കഴിക്കാവുള്ളൂ, ഇത്ര ഉള്ള വയസ്സിൽ ഇത്ര കഴിക്കാവുള്ളൂ. ഒരു നല്ല ചായ എല്ലാം കുടിക്കുക, ഒരു 1-2 ഇഡലി കഴിക്കുക, അങ്ങനത്തെ ലൈറ്റ് സിമ്പിൾ എന്തെങ്കിലും കഴിക്കുക, അല്ലെങ്കിൽ 1-2 മുട്ട പുഴുങ്ങി കഴിക്കുക, അങ്ങനെ എന്തെങ്കിലും സാൻഡ്വിച്ച് ചെറുതായിട്ട് കഴിക്കുക. ഇല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാനും പറ്റത്തില്ല, വെറുതെ ഇരിക്കാൻ പറ്റില്ല. എപ്പോൾ രാവിലെ തന്നെ തുടങ്ങും ഒരു ഉറക്കത്തിൻ്റെ ക്ഷീണം കേട്ടോ. അതുകൊണ്ട് അലസതയും മടിയൊക്കെ നമ്മുടെ കൂടപ്പുറപ്പിനെ പോലെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും. അതൊരു ദാക്ഷിണ്യമില്ല. നല്ല കാര്യം ചെയ്യുമ്പോൾ ഇവന്മാരെല്ലാം എഴുന്നേറ്റ് വരും നമ്മുടെ പണി മുടക്കാൻ, നമ്മൾ മുന്നോട്ട് വിജയിക്കാൻ വേണ്ട പാതയിലൊരു തടസ്സമായിട്ട് ഇവന്മാരെല്ലാം അടിച്ചമർത്തണം. നമ്മുടെ മനസ്സിൻ്റെ ദൃഢതയാണത്, കരുത്താണ് നമ്മുടെ കേട്ടോ. വ്യക്തിത്വത്തിൽ അത് ഉണ്ടാക്കിയെടുക്കണം. ചീത്തതിനെ കളഞ്ഞ് നല്ലതിനെ എടുക്കാനുള്ളൊരു പോസിറ്റീവ് വൈബ് നിലനിർത്തണം നമ്മൾ കേട്ടോ. എല്ലാ കാര്യത്തിലും നല്ല ഇപ്പോൾ രാവിലെ തന്നെ എഴുന്നിട്ട് ഞാൻ എൻ്റെ ഡീപ്പ് ക്ലീനിങ് ആയിരുന്നു, ഞാൻ ഡീപ്പ് ക്ലീൻ ചെയ്ത് വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് അടുക്കളയിലൊന്നും ഒരു അഴുക്കുമില്ലാതെ സൂപ്പറാക്കി വെച്ച്, ബെഡ്റൂം സൂപ്പറാക്കി, ഹാള് സൂപ്പറാക്കി, പൂജാ സ്ഥലങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി വന്നിരുന്നു വന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഭഗവത്ഗീത എടുത്തത് അതിനകത്ത് വന്ന വചനം എന്താണെന്നറിയാമോ? കഴിഞ്ഞ ജന്മത്തിലെ അഭ്യാസം കൊണ്ടുണ്ടായിത്തീർന്ന വാസനകളാൽ തന്നെ അവൻ യോഗമാർഗത്തിലേക്ക് ബലാൽ ആകർഷിക്കപ്പെടുന്നു. മനസ്സിലായ? കഴിഞ്ഞ ജന്മത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ വാസന ഉണ്ടെങ്കിൽ ഈ ജന്മത്തിൽ ചിലപ്പോൾ ആദ്യമൊന്നും കാണത്തില്ല, അത് കഴിയുമ്പോൾ എനിക്കൊക്കെ അങ്ങനെ ആയിരിക്കും. ആദ്യമൊന്നും ഇല്ലായിരുന്നു, കുറച്ച് വയസ്സ് കഴിഞ്ഞിട്ടല്ലേ, 10-30 വയസ്സ് കഴിഞ്ഞതിന് ശേഷമല്ലേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. 35 വയസ്സായപ്പോഴാണ് ബലാൽ ആകർഷിക്കപ്പെട്ടു, കൃഷ്ണനെക്കുറിച്ച് കേട്ടപ്പോൾ തന്നെ ആകർഷിക്കപ്പെട്ടു. അത് മുജ്ജന്മത്തിൽ എപ്പോഴോ നമുക്കത് അതിൻ്റെ ഒരു വാസന കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പല ജന്മങ്ങൾ മനുഷ്യൻ എടുത്തെടുത്ത് ലാസ്റ്റ് കറക്റ്റ് ജ്ഞാനം കിട്ടി. എന്താണ് നമ്മൾ എന്ത് കണ്ടാലും പ്രതികരിക്കാത്തവരാവും. നമുക്ക് ഭയങ്കരമായിട്ട് ആത്മീയത, ജ്ഞാനം നമ്മളെ ക്ഷമയുള്ളവരാക്കി തീർക്കും. നമ്മളിപ്പോഴൊക്കെ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ പോലും ഇത്രയൊക്കെ പറഞ്ഞാൽ ചില വീഡിയോകൾ കണ്ടിട്ടില്ലേ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നത്. നമ്മൾ അങ്ങനെ പെട്ടെന്നൊന്നും മനനം ചെയ്യപ്പെടത്തില്ല, കുറേ നാളെടുക്കും ചക്കരകളെ. നമുക്ക് എല്ലാത്തിനുള്ള ആക്രാന്തവും ആഗ്രഹവും ഒക്കെ പോകും. ഭക്ഷണങ്ങളോടും വസ്ത്രങ്ങളോടും സ്വർണ്ണാഭരണങ്ങളോടും ധനത്തോടും വലിയ വീടിനോടും എല്ലാം പോകും. ലാസ്റ്റ് അങ്ങോട്ട് പ്യൂവറാകും നമ്മൾ. അപ്പോഴേ ശരിക്കുള്ള മോക്ഷം നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പം ഇതാണ് ഇന്നെനിക്ക് പറയാനുള്ളത്. ഞാൻ വളരെ സമാധാനത്തോടെ ഇരുന്ന് എന്ത് വന്നാലും നമ്മൾ കുലുങ്ങരുത്. നമ്മുടെ മുമ്പിലേക്ക് നമുക്ക് ജീവിതത്തിൽ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളൊക്കെ നമ്മൾ അതിജീവിക്കേണ്ടി വരും. നമ്മളിങ്ങനെ ഒരു പ്രാർത്ഥന നിരന്തരമുള്ളവരാണെങ്കിൽ വന്നു പോകട്ടെ, ഇത് അനുഭവിച്ചല്ലേ പറ്റൂ എന്നുള്ള മനോഭാവത്തോടെ നമ്മൾ ഇരിക്കും. മാനത്തിലും അഭിമാനത്തിലും ഒക്കെ തൊട്ട് കളിക്കും. അപ്പോൾ നമ്മളങ്ങോട്ട് തകർന്നു പോകരുത്, പെട്ടെന്ന് ചത്ത് കളയാമെന്ന് വിചാരിക്കരുത്. ജീവിച്ച് ഈ ചത്ത അടുത്തത് വീണ്ടും ഇതിൽ വൃത്തികെട്ട ജന്മം കിട്ടും നമുക്ക്. അതുകൊണ്ട് ഒരിക്കൽ പോലും അങ്ങനെ ചെയ്യരുത്. മരിച്ചു പോയാൽ നമ്മളെ ഹിന്ദു മതപ്രകാരം പറയുന്നത് മോശം സ്ഥലത്ത് കൊണ്ടുപോയി നമ്മളെ വീണ്ടും ജനിപ്പിച്ച് എന്താ പറയുന്ന ദുരിതപ്പെട്ട് നമ്മൾ വീണ്ടും ആത്മഹത്യക്ക് തന്നെ പോകും. അപ്പം
അതിൽ നല്ലത് നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിക്കാനുള്ളതിൽ അനുഭവിക്കാൻ തയ്യാറായി നിന്ന് കൊടുക്കുന്നതല്ലേ നല്ലത്. ഇതേപോലെ ജ്ഞാനം അറിവ് സമ്പാദിക്കുക ഈ മാർഗത്തിലെ ബലാത്കാരമായി നമ്മൾ ഇതിനെ ആവാഹിക്കാൻ നോക്കണം. നമ്മളിലേക്ക് നമുക്ക് ഈ ഊർജ്ജം സംഭരിക്കാൻ നോക്കണം ജീവിച്ച് മുന്നോട്ട് പോകാനുള്ള. അപ്പം നമുക്ക് തലേവരെ പോലും മാറ്റി എഴുതാൻ പറ്റും. നിരന്തരം നാമം ജപിക്കുന്നതിന് കർമ്മദോഷങ്ങൾ വേഗം തീർന്നു പോകും. അതുകൊണ്ട് ജോലി ചെയ്യുമ്പോഴും ഇല്ല കർമ്മദോഷങ്ങൾ വരുത്തുകയും ചെയ്യില്ല. നമ്മൾ നാമം ചെയ്ത് നമ്മുടെ ദോഷങ്ങൾ തീർക്കുകയും പിന്നെ ഒരു ഭാഗത്തൂടെ ദോഷം വരുത്തുകയും ചെയ്യില്ല. നമ്മൾ നാമം ചെല്ലുകയും ഇങ്ങനെയൊക്കെ ദുരിതങ്ങളൊക്കെ തീർന്ന് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അടുത്ത ദോഷങ്ങൾ വരുത്തി വെക്കുകയും ചെയ്യില്ല. പിന്നാലെ ആരുടെയെങ്കിലും കുറ്റം കേൾക്കുക, കുറ്റം പറയുക, മോശം ചിന്തിക്കുക, സൽപ്രവർത്തികളിൽ നിന്ന് പിന്മാറുക, നല്ല കർമ്മങ്ങൾ കാണുമ്പോൾ എന്ന് പറഞ്ഞ് നമ്മുടെ മുന്നിലേക്ക് സൽക്കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലേക്ക് ഈശ്വരൻ പ്രകൃതി ഒരുക്കിക്കൊണ്ട് വരുമ്പോൾ നമ്മൾ അത് സ്കിപ്പ് ചെയ്ത് പോകരുത്. ആ സൽക്കർമ്മം ചെയ്യാനുള്ള അവസരം നമ്മൾ വിനിയോഗിക്കണം. അപ്പോഴേ നമ്മുടെ കർമ്മം ഉഷാറാകത്തുള്ളൂ. കേട്ടാ, ഇതിനൊക്കെ ഉണ്ട്, ഒരുപാട് കാര്യമുണ്ട്. ഞാനിപ്പോൾ ഈ ഭഗവത്ഗീതയിൽ നിരന്തരം ഇതിനകത്ത് ഞാൻ കുറേ സമയം ഇതിനായിട്ട് ചിലവഴിക്കും. ഇതിന്ന് ഞാൻ തന്നെ എനിക്ക് പറഞ്ഞു തരാൻ ആരുമില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്നൊരു ഒരു ബോധത്തിൽ നിന്ന് നമുക്ക് ഈ അറിവിനെ ആവാഹിക്കാൻ പറ്റും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമുക്ക് സ്വായത്തമാക്കാൻ പറ്റും. അത് ഞാൻ നിങ്ങളിലോട്ട് പറഞ്ഞു തരുമോ? ഞാൻ പണ്ഡിതയും പാമരയൊന്നും അല്ല, എൻ്റെ അറിവ് വെച്ച് നിങ്ങളിലേക്ക് പറഞ്ഞു തരുമോ? നിങ്ങൾക്ക് മോശം ഉണ്ടാക്കത്തില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാനീ പറഞ്ഞു തരുന്ന കേൾക്കുന്ന നിങ്ങളുടെ ഹൃദയത്തിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും കേൾക്കുമെന്ന് എനിക്കറിയാം. അപ്പം അത് മനസ്സിൽ കൊള്ളുമെന്ന് എനിക്കറിയാം. അത് നിങ്ങൾക്ക് ഒരു നാശവും വരുത്തത്തില്ല, ഉയർച്ചയില്ലാതെ നിങ്ങൾക്ക് ഒരു നാശവും വരുത്തത്തില്ല, ഉറപ്പായ കാര്യമാണ്. ഇന്നൊരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് കേട്ടോ, എല്ലാവരും നല്ല ക്ഷമയോടെ സഹനത്തോടെ ജീവിതത്തെ നേരിടാൻ നോക്കുക. എല്ലാവരും നല്ല പുഞ്ചിരിയോട് കൂടി ഇരിക്കുക എപ്പോഴും കേട്ടോ, ഉഷാറായിട്ടിരിക്കുക. എന്ത് വന്നാലും ഞങ്ങൾ സഹിക്കും, നേരിടും, ഞങ്ങൾ തളരില്ല, മുന്നോട്ട് പോകും എന്നുള്ള ഇതിലിരിക്കുക കേട്ടോ. എല്ലാവരും അന്നന്ന് ഉള്ള കാര്യങ്ങൾക്ക് ഈശ്വരനോട് നന്ദി പറയാൻ ഒരിക്കലും മറക്കല്ല്. കിടക്കപ്പായിലിരുന്ന് എല്ലാത്തിനും നന്ദി പറഞ്ഞിട്ട് തന്നെ നിങ്ങൾ കിടന്നുറങ്ങാവുള്ളൂ കേട്ടോ. രാവിലെ ഉണരുമ്പോൾ ഈശ്വരൻ നന്ദി പറഞ്ഞ് ഈ ഒരു ദിവസം തന്നതിന് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ജീവിതത്തിൽ മുന്നോട്ട് കാലെടുത്ത് ഭൂമിയിലേക്ക് വെക്കാവുള്ളൂ. എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് കേട്ടോ. ഓക്കെ, സന്തോഷ ദിവസം ആശംസിക്കുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു.